നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഓയിൽ ടാങ്കറുകളെയും അതുപോലെ തന്നെ ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തിയാൽ ഇനി വെറുതെ ഇരിക്കില്ലെന്നും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയും അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാനും അമേരിക്കയും കഴിഞ്ഞ കുറേ മാസങ്ങളായി, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ വലിയ സംഘർഷത്തിലാണ്. ആ സംഘർഷത്തിന് താൽക്കാലികമായി ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഹോർമൂസിൽ അമേരിക്ക വലിയ സേനാവിന്യാസം നടത്തിയിരിക്കുന്നു. അതിനു ബദലായി നേരത്തെ തന്നെ ഇറാനും അവിടെ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. മൈനുകൾ പാകി കപ്പലുകൾ തടഞ്ഞിട്ട് കാവലിരിക്കുകയാണ് ഇറാന്റെ സൈന്യമായ IRGC. ഒരു കപ്പലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ ഈ IRGC അനുവദിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഇറാന്റെ തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെയും ഇറാന്റെ തുറമുഖത്തിൽ നിന്ന് പുറത്തു പോകുന്ന കപ്പലുകളെയും അമേരിക്ക തടഞ്ഞുകൊണ്ട് വലിയ ഉപരോധം തീർക്കുകയും ചെയ്യുന്നു. അമേരിക്ക ഉപരോധം തീർക്കാത്ത പക്ഷം, അമേരിക്ക ഉപരോധം അവസാനിക്കാത്ത പക്ഷം ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന ശപഥം ചെയ്തിരിക്കുകയാണ് ഇറാൻ. എന്തായാലും അനൗപചാരികമായി നേരിട്ടല്ലാതെ എങ്കിൽ കൂടി ഇപ്പോൾ അമേരിക്കയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. സമാധാന ശ്രമങ്ങൾ ഏതാണ്ട് ചെറിയ പ്രത്യാശ തരുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഹോർമൂസ് കടലിടുക്കിൽ ഏറ്റുമുട്ടിയത്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കയുടെ കപ്പലുകളെ പുറത്തെടുക്കാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം ശ്രമിച്ചിരുന്നു. അതിന് തൊട്ട് മുന്നോടിയായി ഇറാൻ അവിടെ പാകിയിരുന്ന മൈനുകൾ എടുത്തുമാറ്റുകയും പിന്നീട് അമേരിക്ക ബലം പ്രയോഗിച്ച് അവരുടെ കപ്പലുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഇറാൻ അനുവദിച്ചില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. എന്നാൽ ആ ആക്രമണങ്ങളെ അമേരിക്കൻ പടക്കപ്പലുകൾ പ്രതിരോധിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ പാഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കപ്പലുകൾ പൂർണ്ണമായും വ്യോമ പ്രതിരോധ സംരക്ഷണ വലയത്തിലായിരുന്നതുകൊണ്ട് ഈ കപ്പലുകളെയും അല്ലെങ്കിൽ ഈ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം അമേരിക്ക ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ഈ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് കടത്തിവിടുകയും ചെയ്തു. ഇത് ഇങ്ങനെ ഒരു അവകാശവാദം നേരത്തെ അമേരിക്ക ഉന്നയിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയും ഇറാനും വെടിവെച്ചു എന്നുള്ളത് സത്യമാണ്. ഇറാന്റെ ഗൺബോട്ടുകളാണ് ഇത്തരത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത്. എന്നാൽ ആ വെടിയുതിർത്ത കപ്പലുകൾക്ക് നേരെ അമേരിക്ക പ്രത്യാക്രമണം നടത്തുകയും ആ കപ്പലുകളെ നടുക്കടലിൽ മുക്കുകയും ചെയ്തിരുന്നു അമേരിക്ക. അതിനുശേഷമാണ് അമേരിക്കൻ കപ്പലുകൾ കടന്നുപോയത്. ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് നൽകുന്നത്. വെടിനിർത്തലിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ, അതായത് ഇറാന്റെ ഓയിൽ ടാങ്കറുകളെ ആക്രമിക്കുക, ഇറാന്റെ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അമേരിക്കൻ കേന്ദ്രങ്ങളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, അമേരിക്കയുടെ പടക്കപ്പലുകളെയും ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഈ രണ്ട് കേന്ദ്രങ്ങൾക്ക് നേരെയും, മേഖലയിലെ അപ്രതീക്ഷിതമായ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയും ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം ഉണ്ടാകും. ഞങ്ങൾ ഡ്രോണുകളും മിസൈലുകളും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ തിരിച്ചു വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഭരണകൂടത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഭരണകൂടം ഒന്ന് സമ്മതം മൂളിയാൽ ആ വലിയ ആക്രമണം നടക്കും എന്നാണ് ഇപ്പോൾ IRGC അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഈ ഭീഷണിയെല്ലാം അമേരിക്ക ഇപ്പോൾ തള്ളുകയാണ്. ഇറാൻ ഏത് രീതിയിലുള്ള ആക്രമണം നടത്തിയാലും അമേരിക്കൻ സൈന്യം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലായാലും എവിടെയായാലും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായാൽ ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. വെടിനിർത്തലൊന്നും അമേരിക്ക പാലിക്കണമെന്നില്ല. നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്ക പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ആ വെടിനിർത്തലിൻ്റെ അവസാന തീയതി നീട്ടുകയായിരുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ നടത്തുന്ന സമാധാന ദൗത്യങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ, അതായത് ഏറ്റവും അവസാനത്തെ സൂചനയനുസരിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഈ വെടിനിർത്തൽ താൽക്കാലിക വിരാമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്.
മറ്റു ചില ആവശ്യങ്ങൾ കൂടിയുണ്ട് എങ്കിലും പരമപ്രധാനമായ അമേരിക്കയുടെ ആവശ്യം ഇതാണ്. ഇസ്രായേലും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങൾ 5 വർഷത്തേക്ക് ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കില്ലെന്നും സമാധാന കരാറിലേക്ക് എത്തിച്ചേരണമെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും ഏറ്റവും ഒടുവിൽ ഇറാൻ അഭ്യർത്ഥിച്ചു. ഈ സാധ്യത അമേരിക്ക ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിപ്രായത്തിൽ 5 വർഷം നിർത്തിയാൽ പോരാ, ഈ മൊറട്ടോറിയം ഒരു 20 വർഷത്തേക്കെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ 5-നും 20-നും ഇടയിലുള്ള ഒരു കാലാവധി നിശ്ചയിച്ച് ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ അത് താൽക്കാലിക യുദ്ധവിരാമമായി മാറ്റാൻ സാധിക്കുമോ എന്നാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്കിലടക്കം പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. ഹോർമൂസിൽ അമേരിക്ക അവരുടെ ഉപരോധം ശക്തമായി തന്നെ തുടരുകയാണ്. ഇറാന്റെ കപ്പലുകളെയെല്ലാം അവർ തടഞ്ഞുവെച്ച് തിരിച്ചയക്കുകയാണ്. ഇറാനിലേക്ക് വരുന്ന കപ്പലുകളെയും തടഞ്ഞുവെച്ച് തിരിച്ചയക്കുന്നു. ഈ അമേരിക്കൻ സൈന്യം ഇറാന്റെ കപ്പലുകളെയാണ് മാത്രം ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഇറാൻ മറ്റെല്ലാ കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മൈനുകൾ വാരി വിതറിയിരിക്കുകയാണ് ഹോർമൂസ് കടലിൽ. അതുകൊണ്ട് തന്നെ ഹോർമൂസിലൂടെ ഒരു കപ്പലും അനങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ IRGCയും അതുപോലെ തന്നെ മറ്റു ചില സേനാ വിഭാഗങ്ങളുമെല്ലാം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം പോലും നേരത്തെ ഉണ്ടായിരുന്നു. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിന് പകരമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് മുഴുവനായും ഉപരോധിക്കുകയാണ്. ഇത് രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചത് പല രാജ്യങ്ങളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആഗോള എണ്ണ വിപണിയിൽ എണ്ണ എത്താതെയാകുന്ന ഒരു സാഹചര്യമുണ്ട്. എണ്ണ തികയാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഭീഷണികളിലൂടെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ലോകം കടന്നു പോകുമ്പോഴാണ് പുതിയ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഹോർമൂസിൽ സംഘർഷം വഷളാകാതിരിക്കാൻ മറ്റ് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇറാനും അമേരിക്കയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം തുടരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അമേരിക്കയ്ക്കും ഇറാനും അധിക ദിവസം ഈ യുദ്ധവും ഉപരോധവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അമേരിക്ക ഇതിനോടകം തന്നെ 4-5 ലക്ഷം കോടിയോളം രൂപ യുദ്ധത്തിനായി ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ഉപരോധം തുടരുന്നത് കാരണം അവരുടെ വരുമാനം നിലച്ചിരിക്കുന്നു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എണ്ണ വിൽപ്പനയാണ്. എണ്ണ വിൽപ്പന ഇറാന്റെ 90% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. ചൈനീസ് കപ്പലുകൾക്ക് ഇറാൻ തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാന്റെ നടുവൊടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദിവസത്തെ ഉപരോധം കൊണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് 2 വശത്തും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറ്റുന്നത്ര അല്ലെങ്കിൽ കഴിയുന്നത്ര സമവായം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആണവായുധ നിർമ്മാണത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്താൽ അമേരിക്ക യുദ്ധം ഉടൻ അവസാനിപ്പിച്ചേക്കുമെന്ന സൂചനയുണ്ട്. ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്ത് യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇറാനും നോക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ മിസൈലുകൾ തിരിച്ചുവെച്ച് സർക്കാരിന്റെ ഉത്തരവിനായി കാത്തിരിക്കുന്നുവെന്ന പ്രസ്താവന IRGCയിൽ നിന്നും വരുന്നത്.